മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരുവ് നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകി വിട്ടയച്ചു. എറണാകുളത്തു നിന്ന് എത്തിയ ഡോഗ് ക്യാച്ചേഴ്സ് ആണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം തെരുവുനായ നഗരത്തിൽ 3ഓളം പേരെ കടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നഗരത്തിൽ 13 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും തെരുവുനായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചു. എറണാകുളത്ത് നിന്നുമെത്തിയ ഡോഗ് ക്യാച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ഇന്ന് തെരുവുനായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകിയിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ നിന്നായി 6ഓളം നായ്ക്കളെയാണ് പിടികൂടിയത്. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തെരുവ് നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഇന്ന് വാക്സിനേഷന്റെ നടപടികൾ കൃത്യമായി നടന്നു വരുന്നു. അക്കടാദ്യ ഭാഗത്തെ 3 വാർഡുകളിലാണ് പ്രാരംഭമായിട്ട് കഴിഞ്ഞ ഒരു റാബീസിന്റെ ബാധിച്ചു എന്ന് പറയുന്ന ഒരു നായ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രദേശത്താണ് സംഭവം ഉള്ളതുകൊണ്ട് ആ 3 വാർഡുകളിലാണ് ഇപ്പോൾ വാക്സിനേഷൻ നടപടികൾ കൃത്യമായി നടന്നു വരുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 6ഓളം നായ്ക്ക് വാക്സിനേഷൻ നൽകി കഴിഞ്ഞു. ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു നായ്ക്ക് കൂടെ റാബീസ് ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഈ ഒരു എന്താ പറയുക അഗ്രസീവായിട്ടൊരു നായയെ കാണുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ബൈറ്റ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പ്രദേശവാസികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിരുന്നാൽ കൂടിയും ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ കൂടിയും നായയെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ടീം ആ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ കൂടിയും ആ നായയെ കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ ശ്രമം അവസാനിപ്പിക്കുകയുള്ളൂ. വാക്സിനേഷൻ നഗരസഭയിൽ പൂർണ്ണമായും കൃത്യമായും നടപ്പിലാക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആൻറ്റി റാബിയസ് വാക്സിനേഷന് നമ്മൾ അഡീഷണൽ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിവെനം, ഇപ്പോൾ പാമ്പുകടി എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ചൂട് കാലാവസ്ഥയോടനുബന്ധിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷനായിട്ട് അതിനുള്ള ആൻറ്റിവെനത്തിനുള്ള വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുകയും ഡോക്ടേഴ്സിനും മറ്റുള്ളവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായ നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഒരു ഷെൽട്ടറിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. റാബിസുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ വാക്സിനേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇതിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ വാക്സിനേഷൻ കർശനമായി നടക്കുന്നുണ്ട്. നായ്ക്കളുടെ കടിയേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ റാബിസ് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ റാബിസ് പ്രതിരോധ വാക്സിൻ വൻതോതിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.